ചേട്ടാ, മുദ്രാവാക്യം തട്ടി ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പുതിയ എന്തെങ്കിലും അടവ് നയവുമായിട്ട് മുന്നോട്ട് പോകുമോ? നോക്കൂ, എനിക്ക് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെയുണ്ടായ അതിക്രമം, കരിങ്കൊടിയും മുദ്രാവാക്യവും കൊണ്ടുള്ള മാരകായുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം, ഈ വാർത്തകളും ഇടതുപക്ഷ നേതാക്കന്മാരുടെ വളരെ തീ ജ്വലിപ്പിക്കുന്ന പ്രതികരണങ്ങളും നമ്മുടെ അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ധാർമ്മിക രോഷവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാവരും ഉമ്മൻചാണ്ടിക്ക് കണ്ണൂർ വെച്ച് കല്ലേറ് കൊണ്ട കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊന്നാണ്. വടകരയുടെ MP ഷാഫി പറമ്പിലിനെ പോലീസിന്റെ ലാത്തി കൊണ്ട് മൂക്കിന് പരിക്കേറ്റപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിലിന് ക്ഷവരം ചെയ്തു കൊടുക്കാൻ ഇറങ്ങിയ ഇടതുപക്ഷത്തിന്റെ കുറച്ച് അണികളുടെ നേതാവ് തന്നെ അല്ലേ ഈ വീണ ജോർജും ഈ പ്രതികരണം നടത്തുന്ന ഷംസീറും വസീഫും അടക്കമുള്ള, അല്ലെങ്കിൽ MV ഗോവിന്ദനും അടക്കമുള്ള ഇടതു നേതാക്കൾ. MV ഗോവിന്ദൻ പറയുന്നത് എന്താണ്? വീണ ജോർജിന്റെ കഴുത്ത് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. വീണ ജോർജിന്റെ കയ്യിലെ പരിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്ന് റിപ്പോർട്ടർ TVക്ക് പോലും ദൃശ്യങ്ങൾ നിരത്തി ന്യായീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നോക്കൂ, ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് KSUക്കാരുടെ ആക്രമണത്തിലല്ല, അവര് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞപ്പോൾ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തത പോസ്റ്റിൽ ഇരിക്കുമ്പോൾ വീണ ജോർജ് അഭിനയിക്കുകയാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഉറപ്പായും കഴുത്ത് നമ്മൾ പെട്ടെന്ന് പിടിച്ച് ഇങ്ങനെ വെട്ടിത്തിരിക്കുമ്പോഴൊക്കെ ഉളുക്കുണ്ടാകും. പക്ഷേ എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും ആരോഗ്യമന്ത്രിയെ കൊണ്ടുപോകുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ICUവിൽ ബെഡ് ഒഴിവുണ്ട് എന്നത് തന്നെ കേരളത്തിന് ആരോഗ്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു രോഗിക്ക് അടിയന്തരമായി ചെല്ലുമ്പോൾ അവിടെ ICUവിൽ ബെഡും അതിനു വേണ്ടുന്ന സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കുന്നു ഈ കേരളത്തിൽ എന്നത് അഭിമാനത്തോടു കൂടി നമ്മൾ പറയണം. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചവറയിലുള്ള ചേട്ടൻ 5 ദിവസമാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നിലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നത് എന്നുള്ളത്. അപ്പൊ കണ്ണൂര് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടാണ്. ആ നാട്ടിലെ ആരോഗ്യ മേഖല വളരെ മികച്ചതാണ് എന്നൊരു റിപ്പോർട്ട് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആരോഗ്യവകുപ്പ് മന്ത്രി ഓർക്കണമായിരുന്നു താൻ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ള ഒരു നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികൾ, അതും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് KSU എന്നാണ്. വീണ ജോർജ് പാഞ്ഞടിച്ച് ചോദിക്കുന്നുണ്ട്, ആർക്കാണ് അവിടെ പ്രതിഷേധിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീണ ജോർജിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം, 57 നാളുകളിൽ EMSനെ EM പൂശി ഇല്ലത്തേക്ക് വിറപ്പിച്ച KSU. ഒരുപാട് മുദ്രാവാക്യങ്ങൾ എനിക്ക് തോന്നുന്നു രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്, ഏറ്റുവിളിച്ചിട്ടുള്ള ആളാണ്. വീണ ജോർജ് ഒരു പക്ഷേ SFI നേതാവായിരിക്കുമ്പോൾ, SFI പ്രവർത്തകയായിരിക്കുമ്പോൾ ഈ മുദ്രാവാക്യം കേൾക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം രാഷ്ട്രീയ ചരിത്രത്തിലെങ്ങും വീണ ജോർജ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി പ്രവർത്തിച്ചിട്ടില്ല കേരളത്തിൽ എന്നുള്ളതാണ്. പക്ഷെ മാധ്യമ പ്രവർത്തകയുടെ മേലങ്കി അണിഞ്ഞ് മാധ്യമ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള സമരമുഖങ്ങളെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തക എന്ന വീണ ജോർജ് ഇത് കേട്ടിട്ടുണ്ടാകും. ആരാടാ എനിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തലതൊട്ടപ്പരായിരുന്ന EMSനെ പോലും വിറപ്പിച്ച, എന്തിനു പറയുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ ദൈവമായ സർവ്വസൈന്യാധിപനായി നിങ്ങൾ കാണുന്ന സഖാവ് പിണറായി വിജയൻ ഒരു 36 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി, 180 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഇവിടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഓടി നടക്കുമ്പോൾ കറുപ്പിനെ പേടിച്ച് ഒരാൾക്ക് പോലും അടുത്തോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ സുരക്ഷ ഒരുക്കി കൊണ്ടു നടക്കുമ്പോൾ അങ്ങ് ആകാശത്തെ എയർക്രാഫ്റ്റിനുള്ളിൽ വെച്ച് പ്രതിഷേധിച്ച പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതികൾ, നിങ്ങൾ കേസെടുത്തല്ലോ, പ്രതികളാക്കിയല്ലോ കരികുടി കാണിച്ചതിന്, ആ പ്രതികളും ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരാണ്. കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, അത് കോൺഗ്രസിന്റെ, ഈ പറയപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിന്റെ അണികളൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന എല്ലാ നേതാക്കന്മാരും കടന്നു വന്ന പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. ആരാടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നു KSU. വെറും KSU അല്ല, പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നിങ്ങളുടെ കാറിന് നേരെ പാഞ്ഞെടുത്ത് പ്രതിഷേധം അറിയിക്കാൻ വന്നപ്പോ അവിടെ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിന്നൊരു നിൽപ്പുണ്ട്. അന്ന് പത്തനംതിട്ടയിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാരിയാണ്, അതുകൊണ്ടൊരു മാന്യത വേണം, ഞങ്ങൾ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുമെന്ന് പറഞ്ഞ ഒരു മാറി നിന്ന് സംസാരിച്ചപ്പോ അതിന്റെ റീലുകൾ വെട്ടി ഇവരെന്തോ വലിയ മാസാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചരണം നടത്തിയില്ലേ? ആ മാന്യതയൊന്നും കണ്ണൂരിന്റെ പിള്ളേരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കരുത് ആരും. കാരണം അവരുടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ ഓർമ്മ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാസം മാത്രമേ ആയിരുന്നുള്ളൂ. മാത്രവുമല്ല, കണ്ണൂരിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കണ്ണൂർ എന്താണ്? പത്തനംതിട്ടക്കാരിയായ വീണ ജോർജിന്റെ മനസ്സിലുള്ള കണ്ണൂർ എന്താണ്? കമ്മ്യൂണിസ്റ്റ് കണ്ണൂരാണ്, പിണറായി വിജയന്റെ കണ്ണൂരാണ്, MV ഗോവിന്ദന്റെ കണ്ണൂരാണ്.
നിങ്ങളുടെ മനസ്സിൽ ആ കണ്ണൂരാണ്. പക്ഷേ അവിടുത്തെ KSUക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണൂർ കുമ്പക്കുടി സുധാകരന്റെ കണ്ണൂരാണ്. ആവേശം ഇച്ചിരി കൂടും മന്ത്രി എന്ന് വിചാരിച്ച് ഇവരെ വഴി തടയണമെന്നോ ആക്രമിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ KSUക്കാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കണ്ടല്ലോ ഇന്നലെ ഒരു പട ഇളകി വന്നപ്പോ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പ്രതിരോധം തീർക്കാൻ. 5 കോൺഗ്രസ്സുകാർ, 5 ചെറുപ്പക്കാർ, 5 വിദ്യാർത്ഥി നേതാക്കന്മാർ നിന്ന് അവിടെ പറയുന്നുണ്ട്, വാടാ കേറി വാ, പോലീസ് വാറിരിക്കാനാ പറയുന്നത്. ഇത് കണ്ണൂരാണ് സാറേ, കണ്ണൂരാണ്. അപ്പൊ സ്വാഭാവികമായും ആ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു AC കാറിൽ, കൊടിവെച്ച കാറിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ഡീസൽ അടിച്ച് ആ ഡീസലിൽ നിന്ന് കിട്ടുന്ന, എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന തണുപ്പേറ്റ് ഒരു പുച്ഛച്ചിരിയോടെ വന്നിറങ്ങി നടന്നു പോകുമ്പോ പ്രതിഷേധം എന്ന് കേൾക്കുമ്പോ മുഖത്തൊരു പുച്ഛച്ചിരി വിടരുന്നുണ്ട്. ആ പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുമ്പോ ആ പാവപ്പെട്ട 10-25 പോലീസുകാർ ആ പ്രതിഷേധക്കാരെ മാറ്റി നിർത്തുമ്പോ ആർക്കാടാ പ്രതിഷേധിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുത്ത ചുമ്മാതങ്ങ് പോകുന്നവരല്ല ഇവിടുത്തെ KSUക്കാർ. എന്നിട്ടും അവരോട് ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നുണ്ട്. പോലീസുകാർ പിടിച്ചു മാറ്റുമ്പോൾ അവർ മാറി പോകുന്നുണ്ട്. അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു പാഞ്ഞെടുക്കുമ്പോ വനിതാ പോലീസുകാർ വട്ടം പിടിക്കുകയാണ്. ആരെ? ഒരു മന്ത്രിയെ. പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ട് അവിടെ അത്രയും പാടൊന്നുമില്ല. പാഞ്ഞടുക്കുമ്പോ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം, പെടലിക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം. നിർഭാഗ്യകരം. നമ്മളെ ഭരിക്കുന്ന കാര്യം എന്താ നിർഭാഗ്യകരം എന്ന് പറയുന്നത്? ഇവരിനി ആശുപത്രിയിൽ കിടന്നാലും എന്ത് ചികിത്സ നടത്തിയാലും ഖജനാവിലെ പണമല്ലേ പോകാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിർഭാഗ്യകരം. അവിടെ ഞാൻ കണ്ട മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്, സഭാനാഥൻ, നമ്മുടെ പ്രിയപ്പെട്ട ഷംസീർ വലിയ വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? ഞാൻ ആശുപത്രിയിലൊന്നും പോകുന്നില്ല, വന്ദേ ഭാരതിൽ കയറി പുള്ളി തിരുവനന്തപുരത്ത് പോയി എന്നുള്ളതാണ്. നോക്കൂ, ആരോഗ്യമന്ത്രി രാവിലെ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാൻ പോവാണ്, മെഡിക്കൽ ബോർഡ് കൂടാൻ പോവാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേണ്ടി. എന്താണ്? കഴുത്തിലെ വേദന കയ്യിലേക്ക് വ്യാപിച്ചു. സ്വാഭാവികമായിട്ടും കഴുത്തുളുക്കിയാൽ അതൊക്കെ സംഭവിക്കും സാറേ, അതൊക്കെ സംഭവിക്കും. നെഞ്ചത്ത് വേദനയുമായി, നെഞ്ചുപടയുന്ന വേദനയുമായി എത്രയോ പേർ ഇപ്പോഴും സർക്കാർ ആശുപത്രികളുടെ നിലത്ത് മൂത്രപ്പുരയുടെ മുന്നിൽ കിടക്കുന്നുണ്ട് സാറേ. ഓർക്കണം, നിങ്ങൾ ഓർക്കണം. എന്തിനാ പറയുന്നത്? ഒരു 9 വയസ്സുകാരി പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സാ പിഴവ് പോലെ കൈമുറിച്ചു മാറ്റിയില്ലേ? പ്രതിപക്ഷ നേതാവ് വെപ്പുകൈ വെച്ചു കൊടുത്തില്ലേ? 5 വർഷങ്ങൾ വയറ്റിനുള്ളിൽ ഒരു കത്രികയുമായി വേദനയോടെ പുളഞ്ഞില്ലേ ഒരു സ്ത്രീ? അവസാനം ഒരു കോൺഗ്രസ് നേതാവ് വേണ്ടി വന്നില്ലേ ആംബുലൻസ് വിട്ട് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്യാൻ? ആ മുറിവിന്റെ പാട്, തുന്നിക്കട്ടലിന്റെ വേദന മാറിയിട്ടുണ്ടാവില്ല. അവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും. ഇന്നലെ കൈമുറിച്ചു മാറ്റിയ പെൺകുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇത്രയും വേദനയൊന്നും ഇല്ലല്ലോ സാറേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടില് ആവണീശ്വരത്ത് ഒരു പെൺകുട്ടി, ഒരു പിഞ്ചു കുഞ്ഞ്, 7-8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പട്ടി കടിച്ചു കീറിയപ്പോ അതിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് വെക്കാൻ പറഞ്ഞപ്പോ ഉണ്ടായ ചികിത്സാ പിഴവിനെ കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചില്ലേ? 24-ൽ വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? ആ കുട്ടി മരണപ്പെട്ടു പോയില്ലേ? പേ പിടിച്ചു മരണപ്പെട്ടു പോയില്ലേ? ആരോഗ്യ മേഖലയിലെ പിഴവല്ലേ? ഈ പറയപ്പെടുന്ന വീണ ജോർജ് ഇതുവരെ ഒരു നടപടി എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോ സ്വാഭാവികമായും ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ കണ്ണൂരിന്റെ മണ്ണിൽ കണ്ണീരും ചോരയും ഒരുപോലെ വീണു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പാഞ്ഞു വന്നൊരു കരിങ്കല്ല്, DYFIക്കാർ എറിഞ്ഞ കരിങ്കല്ല് മുഖത്ത് കൊണ്ട് ചോര പൊടിഞ്ഞപ്പോ ആരോടും പരാതി പറഞ്ഞില്ല, ഒരാശുപത്രിയിലും പോയില്ല, ആർക്കെതിരെയും നടപടിയെടുത്തില്ല. അവസാനം പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞുകൊണ്ട് DYFI നേതാവ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ പോട്ടയുടെ മോനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞൊരു നേതാവ്, അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇതേ കണ്ണൂരിലാണ്. കാലമൊന്നിനും കണക്ക് പറയാതെ പോവില്ല. ഞാൻ പറയാണ്, കൃത്യമായി പറയാണ്, കാലം എല്ലാത്തിനും കണക്ക് പറയും. പക്ഷേ അത് ഈ രാഷ്ട്രീയ PR അജണ്ടയാക്കി മാറ്റരുത്. ആരോഗ്യ ഇത് സെൻസിറ്റീവ് വിഷയമാണെന്നേ. തീക്കൊള്ളി കൊണ്ടാണ് ഇവർ തലയുറിയുന്നത്, മനസ്സിലാക്കണം. ഇത് കണ്ണൂരാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ ഈ വിഷയങ്ങൾ ഇടവെക്കും. തമാശ പറയുന്നതല്ല. വീണ ജോർജ് ഇത് വിടും. വീണ ജോർജ് പത്തനംതിട്ട വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഈ കൊളുത്തി വെച്ച തീയുണ്ടല്ലോ, പ്രവർത്തകരുടെ ഉള്ളിൽ ആളിക്കത്തും ആവേശത്തോടു കൂടി, അത് വേറെ തലങ്ങളിലേക്ക് പോകും. അത് ഉണ്ടാകാതിരിക്കാനാണ് ഇനി കേരളം ചെയ്യേണ്ടത്. അനാവശ്യമായ അത് ഉത്തരവാദിത്തം എടുക്കേണ്ടത് ഇവിടുത്തെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരുമാണ്. അനാവശ്യമായ സംവാദങ്ങളിലേക്ക് വിഷയത്തെ കൊണ്ടുപോകരുത്. നിങ്ങൾ 5 പേർക്കെതിരെ കൊലക്കുറ്റപ്പെടുത്തി. എന്താണ്? കൊല്ലട എന്ന് അലറി വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പാഞ്ഞെടുത്തു, മാരകായുധങ്ങളുമായി മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഈ മാരകായുധം? കരിങ്കൊടിയോ? മുദ്രാവാക്യമോ? കരിങ്കൊടി ഒരു മാരകായുധമാണ്. മുദ്രാവാക്യം തട്ടില്ലേ കഴുത്തൊളിച്ച് ഒളിക്കിയത്. അപ്പൊ മുദ്രാവാക്യം ഒരു മാരകായുധമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു, നിയമപരമായി പോട്ടെ. കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ കോടതി ചോദിക്കും എന്തിയ തെളിവെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഇന്ത്യൻ റെയിൽവേയോട് ആവശ്യപ്പെടും. നിങ്ങളുടെ വലിയ അപ്പോസ്റ്റലല്ലേ കേന്ദ്രം ഭരിക്കുന്നത്, പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാഞ്ഞെടുത്തല്ലോ ആശുപത്രിയിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ റെയിൽവേ വിഷ്വൽസ് കൊടുക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പുങ്കവന്മാരുണ്ടല്ലോ, ഏതോ ഒരു CD എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ 160 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോയില്ലേ നിങ്ങൾ കോയമ്പത്തൂരേക്ക്? അത്രയും മാർജവൊന്നും വേണ്ട. കേരളത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആഭ്യന്തര വകുപ്പിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുവിടണം.
ഇപ്പൊ ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഇനി ദേഹത്തെ തൊടണ്ട, ഒന്നും വേണ്ട, ഇത് അപലപനീയമാണ് എന്ന് ചോദിച്ചു. ശ്രീജിത്ത് പണിക്കർ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാർ, അയാൾ ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്ത എല്ലാ പാർട്ടിക്കാരും ഈ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടാകും, സ്വാഭാവികമായും ഉണ്ടാകും. അത് കണ്ണൂരിലും ഉണ്ടാകും, തിരുവനന്തപുരത്തും ഉണ്ടാകും, പത്തനംതിട്ടയിലും ഉണ്ടാകും, എറണാകുളത്തും ഉണ്ടാകും. ചിലയിടങ്ങളിൽ അതിന് ആവേശം കൂടും. ആവേശം കൂടുന്നതിന്റെ കാരണം എന്താ? കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള ഓരോ ജനതയും ഈ ആരോഗ്യ വകുപ്പിനെ നോക്കി പുച്ഛിച്ച് ചിരിക്കുക. അപ്പൊ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോ ഇടതുപക്ഷത്തിന് PR ചെയ്യാൻ ഒരു ഇരവാദം ഉന്നയിക്കണമായിരുന്നു. പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ 2 ദിവസം മുമ്പ് സ്ഥാനാർത്ഥിക്ക് അടിയേക്കും, കഴുത്തിൽ ഒരു കോളർ ഇട്ടുകൊണ്ടാ പിന്നെ പുള്ളി നടക്കുന്നത്. കണ്ടിട്ടില്ലേ സിനിമകളിൽ? പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇരവാദം ഉന്നയിക്കലാണ്. ആ പയ്യന്മാർ അവിടെ വന്ന് പ്രതിഷേധം അറിയിക്കുമ്പോൾ പോലീസ് ഉത്തരവാദിത്തത്തോടെ പണി തന്നെ. ഇത് പോലീസിന് ഉത്തരവാദിത്തത്തോടെ പണി ചെയ്യാൻ മന്ത്രി സമ്മതിക്കുന്നില്ല. പോലീസുകാർ പിടിച്ചിട്ട് അവർ നിൽക്കുന്നില്ല. പാഞ്ഞ് ചെല്ലുക. നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം? ഒരു രാഷ്ട്രീയ മര്യാദയാണ് ഈ മന്ത്രി കാണിച്ചത്, പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. മാധ്യമങ്ങളോട് ചോദിച്ചില്ലേ, ഒരു റിപ്പോർട്ടറിനോട് ചോദിക്കുക, ആരാണ് റിപ്പോർട്ടർ, എന്റെ കുറ്റമാണോ, എന്റെ കുറ്റം എന്തോന്ന് പറ, ഈ സിസ്റ്റത്തിന് വീഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇതിന് ഉത്തരവാദിത്വത്തോടെ മറുപടി. ആവേശമല്ല ഇവിടെ വേണ്ടേ. ഇത്രയും ആവേശം ഞാൻ എൻ്റെ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, വീണ ജോർജിന്റെ ഈ ധൈര്യം ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. അത് ആവാസമിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനേക്കാൾ വൃത്തിയായിട്ട് മറുപടി പറയാറിയ ആളാണോ? എന്നിട്ട് എന്താണ് പുള്ളി മാധ്യമങ്ങളോട് മൈൻഡ് ചെയ്യാതെ പോകുന്നത്? എന്തുകൊണ്ടാ? അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണ്. ഈ പറയപ്പെടുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും അധപ്പതിച്ച രാഷ്ട്രീയ പ്രവർത്തനം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നുണ്ടോ? ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പുള്ളിയുടെ ഭാഷയെക്കുറിച്ച്, പുള്ളിയുടെ ക്യാമ്പയിനുകളെ കുറിച്ചൊക്കെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. K. സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ ചോദിക്കുമായിരുന്നു, എന്തൊക്കെ നികൃഷ്ടമായ ചോദ്യങ്ങൾ ചോദിക്കും, പുള്ളി കൂളായിട്ട് അത് മറുപടി പറഞ്ഞു പോവില്ലേ? ഇവർക്ക് മാത്രം എന്താണ് ഇത്ര ആവശ്യം? അവരുടെ BP കൂടി എന്നാണ് പറയുന്നത് രാവിലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. കാരണം അറിയാമല്ലോ, പുള്ളിക്കാരി നല്ല മാധ്യമ പ്രവർത്തകയായിരുന്നു, പഠനകാലത്ത് നല്ല അഭിനേത്രിയായിരുന്നു, നല്ല മന്ത്രിയാവാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ജനം പരാജയപ്പെടുത്തി, അല്ല സിസ്റ്റം പരാജയപ്പെടുത്തി. മാഡം, നിങ്ങളുടെ മാത്രം കുറ്റമൊന്നുമല്ല, വീണ ജോർജിന്റെ കുറ്റം മാത്രമൊന്നുമല്ല, സിസ്റ്റം നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക. എന്തായാലും യൂത്ത് കോൺഗ്രസ് പുതിയ സമരമുറയുമായിട്ട് ഇറങ്ങുമോ? ഷാഫി പറമ്പിലിന്റെ ശവരം ചെയ്യാൻ നടന്ന ടീമിന് കൊട്ടൻ ചുക്കാതി ചലഞ്ചുമായി യൂത്ത് കോൺഗ്രസോ KSU വരുമെന്നാണ് ഇരിക്കുന്നത്. മന്ത്രിക്ക് ഒരു കുപ്പി കൊട്ടൻ ചുക്കാതി.